ടൂർണമെന്റ് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മളൊരു കിടിലൻ ഡിബേറ്റുമായിട്ടാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ഞാൻ ഒരുപാട് വലിച്ചു നീട്ടി കൊണ്ടുപോകുന്നില്ല. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വർഗീയവാദികളുടെ വോട്ട് വേണ്ട എന്ന് കോൺഗ്രസോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇടതുപക്ഷമോ ഓപ്പൺ വേദിയിൽ പറഞ്ഞിട്ടുണ്ടോ ഇല്ല എന്നുള്ളതാണ്. ഇപ്പം ഇടതുപക്ഷം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് വർഗീയവാദികളുടെ വോട്ടുകളൊന്നും വേണ്ടത്. പക്ഷെ ആരാണ് ഇവിടുത്തെ വർഗീയവാദികൾ? ഒരു മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ മാത്രമാണോ അല്ലെങ്കിൽ ആ പ്രസ്ഥാനങ്ങൾ മാത്രമാണോ വർഗീയവാദികളെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. പാലക്കാട് എത്ര കൊലപാതകങ്ങൾ നടന്നു? ഈ കൊലപാതകം ചെയ്തത് ആരാണ്? SDPയുടെ പ്രവർത്തകർ ചെയ്തിട്ടുണ്ട്, RSSന്റെ BJPയുടെയും പ്രവർത്തകർ ചെയ്തിട്ടുണ്ട്. ഒരു വിഭാഗത്തെ മാത്രം വർഗീയവാദി എന്ന് മുദ്രകുത്തുകയും അവരുടെ വോട്ടുകൾ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചാനലിനകത്ത് ഒരു ഗംഭീര ചർച്ച, അതായത് നമ്മുടെ ദുർഗാവാഹിനി സുജയ, അരുൺകുമാർ, സ്മൃതി, ഉണ്ണി ഇവരെല്ലാം കൂടി ഇരുന്നിട്ടുള്ള ഒരു ഗംഭീരമായിട്ടുള്ള ചർച്ച. ഈ ചർച്ചയിൽ ഇപ്പം സന്ദീപ് വാര്യർ BJP വിട്ട് കോൺഗ്രസിൽ വന്നു. അതിനുശേഷം അദ്ദേഹം പാണക്കാട് തങ്ങളുടെ കുടുംബത്തിലേക്ക് വന്ന ആ ഒരു സാഹചര്യമൊക്കെ നമ്മൾ കണ്ടിരുന്നു. ആ ഒരു വിഷയത്തെ എടുത്തുകൊണ്ട് എന്തൊക്കെ സന്ദീപ് വാര്യനെ കുറിച്ചിട്ട് പറയാവോ അതെല്ലാം അവർ പറഞ്ഞു കഴിഞ്ഞു. കാരണം പിന്നെ ഇവിടുത്തെ ലീഗ് വരെ ഇപ്പം വർഗീയ പ്രസ്ഥാനങ്ങളുടെ അല്ലെങ്കിൽ വർഗീയ പാർട്ടികൾക്ക് വേണ്ടി വിടുപണി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനമാണ് തങ്ങൾ കുടുംബം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഒരുപാട് ചർച്ചകൾ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാധ്യമങ്ങളിൽ കണ്ടിരുന്നു. ഈ രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ ഇലക്ഷൻ എടുക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ പുറയിലൂടെങ്കിലും ഈ പറയുന്ന വർഗീയവാദികളുടെയൊക്കെ വോട്ട് സ്വീകരിച്ചിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. അപ്പോൾ അവർക്കൊന്നും പറയാനായിട്ടുള്ള യാതൊരുവിധ യോഗ്യതയുമല്ല. പക്ഷേ ഈ ഒരു ചർച്ച കണ്ടപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് എന്താണ് പറയേണ്ടതെന്ന് അറിയത്തില്ല. കാരണം ഇവരൊക്കെ എന്താണ് പറയുന്നുള്ളത് അവർക്ക് പോലും അറിയത്തില്ല. ചില സമയത്ത് ഇവരെ വെള്ളപൂശും, ചില സമയത്ത് ഇവരെ തള്ളിപ്പറയും. എന്തായാലും ഈ സുജയ പാർവതിയുടെ ആ ഒരു പെർഫോമൻസ് ഉണ്ടല്ലോ ഈ വീഡിയോയിൽ, അത് നിങ്ങളെല്ലാവരും ഒന്ന് കാണണം. അതോടൊപ്പം തന്നെ അരുൺകുമാറിനെയും, കാരണം അരുൺകുമാറിനെയൊക്കെ നമ്മൾ കുറെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ്. സുജയ പാർവതിയെ പിന്നെ നമ്മൾ പറഞ്ഞേണ്ട കാര്യമില്ലല്ലോ. സംഘപരിവാറിന്റെ നമ്മുടെ അമേദ്യവും എല്ലാം കൂട്ടിക്കഴിച്ച് 4 നേരം ഇഷ്ടാംഗം വെട്ടിമിഴുങ്ങി ചാനലിൽ വന്നിരുന്നുണ്ട് ഏമ്പക്കം വിടുന്ന ഒരു സാധനമാണല്ലോ. പക്ഷെ ഈ അടുത്ത കാലത്ത് നമ്മുടെ ശോഭാ ചേച്ചീനെയും സുരേന്ദ്രനെയൊക്കെ എന്തോ വലിച്ചു കീറുന്ന ഒരു സംഭവമൊക്കെ നമ്മൾ കണ്ടായിരുന്നു. ഈ ഗംഭീരമായിട്ടുള്ള ഒരു ചർച്ച ഒന്ന് കാണാം. കണ്ടതിന് ശേഷം പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ എന്താണോ ഇതിന് മറുപടി കൊടുക്കേണ്ടത് അത് നമ്മുടെ കമന്റ് ബോക്സിൽ കൊടുക്കുക. നേരെ വീഡിയോയിലേക്ക് പോകാം. വേണ്ട എന്ന് പറഞ്ഞാൽ പോരെ? അങ്ങനെ പറഞ്ഞാൽ മതിയോ? മതി. അങ്ങനെ പറഞ്ഞാൽ കൊലപാതകം നടത്തിയ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെന്നല്ല. പാലക്കാട്ട് ഇങ്ങോട്ടുള്ള കൊലപാതകം പറ. പാലക്കാട്ട് പറ. RSSന്റെ കൊലപാതകം. ഞാൻ പറഞ്ഞ ഈ 2 കൊലപാതകങ്ങളിൽ മറുഭാഗത്ത് RSS പാലക്കാട്ട് ആരെയും കൊന്നു ചെയ്ത് ഇവിടെ നമ്മുടെ മുന്നിലുണ്ട്. ആ കൊലപാതകങ്ങളൊന്നും ആരും ഇവിടെ ന്യായീകരിക്കില്ല. പക്ഷെ ആ SDPI തീവ്ര സംഘടനകളുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞാൽ അത് വ്യക്തമാണ്. ചോദ്യം എങ്ങനെയാ? നമ്മൾ പലതവണ ചോദിച്ചു SDPയുടെ വോട്ട് ഈ തെരഞ്ഞെടുപ്പിൽ വേണോ? കോൺഗ്രസിനോടുള്ള ചോദ്യം. തീവ്രവർഗീയ സ്വഭാവമുള്ള ഒരു സംഘടനയുടെ വോട്ട് വേണ്ട. സാർ SDPയുടെ വോട്ട് വേണോ? തീവ്രവർഗീയ സംഘടനയുടെ സ്വഭാവം പേര് പറഞ്ഞ വോട്ട് പോകും. നിങ്ങൾ CPM നേതാക്കളോട് ചോദിക്കൂ. SDPയുടെയും പിന്തുണ വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ കേട്ടില്ലല്ലോ. താങ്കൾ കേട്ടോ? PDP എവിടെയാ ലഘുലേഖ വിതരണം ചെയ്ത്? ലഘുലേഖ അത് എല്ലാം കാണുന്നുണ്ട്. ഐകമത്യ മഹാബലമൊക്കെ ചാനലുകളെ അങ്ങ് ചുരുക്കി കാണല്ലേന്നേ. ആരാ ചുരുക്കി കാണുന്നത്? വിമർശിക്കരുത് എന്ന നിലപാട് എങ്ങനെ UDF എടുക്കാൻ കഴിയുക? ലീഗ് ദേശാഭിമാനി കൊടുക്കാതിരുന്നത് ഇന്നെന്താ മുഖ്യമന്ത്രി ഉള്ളടക്കം എങ്ങനെ വരും? ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഞാൻ വിമർശിച്ചത് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനെയാണ്. ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ വിമർശനാതീതനാണെന്നൊരു നിലപാട് UDF എങ്ങനെ എടുക്കാൻ പറ്റും? എന്താണ് ഇപ്പോൾ വിശദീകരിച്ച് മാറ്റി പറഞ്ഞെന്തിനാണ്? എന്തുകൊണ്ട് ദേശാഭിമാനിയിലെ തലക്കെട്ടിൽ ചിലരെ മഹത്വ വലിക്കുന്നത് UDFന്റെ വെപ്രാളം മറക്കാൻ എന്നുള്ള ഈ വാർത്തയിൽ എന്തുകൊണ്ട് പാണക്കാട് തങ്ങളെക്കെതിരെ നടത്തിയ പ്രസംഗത്തിലെ ഭാഗമില്ല? അതുകൊണ്ട് തന്നെയല്ലേ സ്മൃതിക്ക് കൂടി കേൾക്കാൻ ആയിക്കോട്ടെ. ഇന്ന് ലീഗ് അധ്യക്ഷൻ എന്ന് പാണക്കാട് തങ്ങൾമാർ പലരുമുണ്ട്. ഞാൻ എല്ലാ തങ്ങൾമാരെയും വിമർശിച്ചിട്ടില്ല.
ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊട്ടിപ്പാളിസായ ശേഷം ഉണ്ടായിരിക്കുന്ന തീരുമാനം ഇപ്പോഴത്തെ തീവ്ര ലീഗ്, അതിനു മുമ്പ് നല്ല ലീഗ്, ആ ലീഗിനെ വിരുദ്ധ പ്രക്ഷോഭത്തിന് വേണ്ടി ചർച്ചയൊക്കെ പറ്റും. അംഗീകരിക്കുന്ന ലീഗിനെ CPM എനിക്കൊരു കാര്യം പറയണ്ട, മുഖ്യമന്ത്രിയുടെ അല്ല, ഞാൻ ഇന്ന് കേട്ടതും അങ്ങനെ തന്നെയാണ്. അത് കൃത്യമായി പറഞ്ഞു പോകണമല്ലോ. അവിടെ അപ്പോൾ സഖ്യ ആരോപണമൊന്നും കൊണ്ടുവരണ്ട. തോൽക്കുമ്പോഴേക്കും കുറെ ആർഗ്യുമെന്റ്സ് അങ്ങനെ വെച്ചിട്ടൊന്നും കാര്യമില്ല. എനിക്ക് പറയാനുള്ളത്, ഞാൻ എന്റെ നിലപാടായിട്ട് പിണറായി വിജയൻ എന്ന് പറഞ്ഞത്, ഞാൻ പിണറായി വിജയനെ ഇതേ ഫോറത്തിൽ തന്നെ വിമർശിച്ചിട്ടുള്ള ആളാണ്. പാണക്കാട് ഒരുപാട് തങ്ങൾമാരുണ്ട്, അവരെ ഒന്നുമല്ല ഞാൻ വിമർശിച്ചത് മുസ്ലിം ലീഗ് പ്രസിഡന്റിനെയാണ്. സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രസിഡന്റ് ആയതിനു ശേഷമാണ് മുസ്ലിം ലീഗ് ജമാഅത്തെ ഇസ്ലാമിയോടും SDP-യോടും അനുകൂല നിലപാട് സ്വീകരിക്കാൻ തുടങ്ങിയത്. തീവ്രവാദികളുടെ ഭാഷയും കൊണ്ട് തങ്ങളുടെ അടുത്തേക്ക് വരേണ്ട എന്നാണ് നെടുവത്തൂർ ഏരിയ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടന വേദിയിൽ ഇത് മുഖ്യമന്ത്രി പറഞ്ഞത് ആയിട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. മാഡത്തിന് മനസ്സിലാകാത്തത് എന്റെ കുഴപ്പമല്ല. ഓക്കെ, അപ്പോൾ ഒരു സമുദായത്തെ മുഴുവൻ കൂട്ടക്കൊല ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരാളെ കോൺഗ്രസ് അപ്പോൾ ആ സമുദായത്തോടാണ് സംസാരിക്കുന്നത്. ആ സമുദായത്തോടാണ് സംസാരിക്കുന്നത്. ആ സമുദായത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. എന്ത് കൺഫ്യൂഷൻ? എന്താ ഇതിനകത്തെ കൺഫ്യൂഷൻ? സന്ദീപ് വരെ ഇങ്ങനെ പറഞ്ഞു, ഇതിനകത്ത് എന്താ കൺഫ്യൂഷൻ? സന്ദീപ് വാര്യർ പറഞ്ഞതിന് ശേഷമല്ലേ നിങ്ങൾ മറ്റേ ഇത് പറഞ്ഞിരുന്നത്? ഏത് പറഞ്ഞത്? അദ്ദേഹം ക്രിസ്റ്റൽ അതാണ് വ്യത്യാസം. സന്ദീപ് വാര്യർ എന്താ പറഞ്ഞത്? സന്ദീപ് വാര്യനെ കുറിച്ച് CPM എടുത്ത നിലപാടുകൾ മാറ്റി വരികയാണെങ്കിൽ MP രാജേഷിന്റെ സ്റ്റേറ്റ്മെന്റ് എന്താ? ന്യൂനപക്ഷ വിരുദ്ധമായ കാര്യങ്ങളെല്ലാം പൊതുസമൂഹത്തിൽ തിരുത്തി പറഞ്ഞ് മാപ്പ് പറഞ്ഞു വരാൻ, നിലപാടിൽ വരാൻ തയ്യാറാണെങ്കിൽ സ്വീകരിക്കും. അങ്ങനെ നിലപാടുകൾ മാറ്റി വന്നാൽ അയാൾ ഒരു നമ്പർ 1 ക്രിസ്റ്റൽ ക്ലിയർ കേഡറാണ്. അതാണ് ആ സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞത്. സ്മൃതിയോട് പറഞ്ഞ അതേ സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞത്. നിലപാടുകൾ തിരുത്തി വന്നാൽ അയാൾ ഒരു കേഡറാണ്. കാര്യം എന്താ? അയാൾ ഒരു കേഡർ പാർട്ടിയിൽ നിന്ന് വരുന്നയാളാണ്. പക്ഷെ അയാളുടെ പ്രശ്നം, അയാൾ ഉൾക്കൊണ്ടിരിക്കുന്ന ഹിന്ദുത്വം എന്ന ആശയവും അത് തീവ്രമായ ന്യൂനപക്ഷ വിരുദ്ധതയും മലപ്പുറത്തെ പോലും ഹാഷ്ടാഗ് ചെയ്ത് ഒരു ആനയുടെ പടക്കത്തിന്റെ കാര്യത്തിൽ പാലക്കാട് എന്നുള്ളത് തെറ്റിദ്ധരിപ്പിച്ച് മലപ്പുറമാക്കി പ്രചരിപ്പിച്ച ഒരാളാണ്. അയാളുടെ ഉള്ളിൽ RSS ഇല്ലെങ്കിൽ, അയാളുടെ ഉള്ളിൽ ഇപ്പോഴും അയാളുടെ ആശയം ഇല്ലെങ്കിൽ, അയാളുടെ ഭൂമി എടുത്ത് RSSന് കൊടുക്കാൻ, അയാളുടെ അമ്മയുടെ ഭൂമി എടുത്ത് RSSന് കൊടുക്കാൻ പറയൂ. അയാൾക്ക് നിലപാടെടുക്കാമല്ലോ. എന്റെ അമ്മയുടെ ആഗ്രഹം അതായിരുന്നു, പക്ഷേ എന്റെ അമ്മ തെറ്റിദ്ധരിച്ചു. ഞാൻ പറയുന്നു, RSSനെ പോലും സംഘടനയ്ക്ക് കൊടുക്കാൻ കഴിയില്ല. അത് കൊടുക്കേണ്ടത് ഒരു മനുഷ്യ സ്നേഹത്തിന് കൊടുക്കുന്ന ഒരു സന്നദ്ധ സംഘടനയ്ക്ക് കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. മറ്റ് കേസുകളില്ലെങ്കിൽ ഞാൻ കൊടുക്കും എന്ന് പറയേണ്ടതിന് പകരം അയാൾ എന്താ പറഞ്ഞത്? 1 വർഷത്തെ സമയപരിധി കൊടുക്കുന്നു RSSന്. 1 വർഷം RSSന് ആ ഭൂമി ഏറ്റെടുക്കാം. ആരുടെ ഭൂമി? സന്ദീപ് വാര്യരുടെ. അപ്പോൾ RSSന് ഭൂമി വിട്ടുകൊടുക്കുന്ന ഒരാളെ ആ ന്യൂനപക്ഷ സമുദായങ്ങൾക്കിടയിൽ തുറന്നു കാണിക്കേണ്ടതുണ്ട്. അയാളെ കൈപിടിച്ച് ഉള്ളിലേക്ക് കൊണ്ടുവരികയും BJP-യുമായുള്ള ബന്ധത്തിന്റെ പേരിൽ നിലപാടെടുത്ത ആളെ പുറത്താക്കുകയും ചെയ്തു. അതാണ് ഇന്ന് പത്രത്തിൽ കൊടുത്തിരുന്ന പരസ്യത്തിന്റെ ലീഡ്. അതാണ് സരിനെ പുറത്താക്കുകയും സന്ദീപിനെ ഉള്ളിലാക്കുകയും ഒരു സ്വാതന്ത്ര്യമെങ്കിലും നിങ്ങളൊക്കെ LDF-ന് കൊടുക്കണം കേട്ടോ. CPM-ന് ഒരു പരസ്യം കൊടുക്കാം, അനുമതി വാങ്ങണം, അതവിടെ നിൽക്കട്ടെ. അനുമതി വാങ്ങിയില്ലെങ്കിൽ അതിനുള്ള നിയമ നടപടിയോ അല്ലെങ്കിൽ വിശദീകരണമോ അതൊക്കെ അവർ നേരിടട്ടെ. പരസ്യം കൊടുക്കാനുള്ള സ്വാതന്ത്ര്യം പോലും CPM-ന് ഇല്ല എന്ന മട്ടിൽ ഉണ്ണിസാറും മാഡവും ഒക്കെ സംസാരിക്കുന്നത് കേട്ടപ്പോൾ അത് ഒരു തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും CPM-ന് എന്താ ഫൈറ്റ് ചെയ്യേണ്ടത്? CPM മാറി നിന്നിട്ട് കോൺഗ്രസെ നിങ്ങൾ ജയിച്ചോളൂ എന്ന് പറഞ്ഞ് CPM എന്താ കൈ കെട്ടി നിൽക്കണം എന്നുള്ളതാണോ ഉണ്ണിസാറൊക്കെ വിചാരിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. CPI മത്സര രംഗത്തില്ല, കോൺഗ്രസിനെ ജയിപ്പിക്കാൻ വേണ്ടി CPM അങ്ങ് മാറി നിൽക്കണം, 3ാം സ്ഥാനത്തുള്ളവർ ഒരിക്കലും 1ാം സ്ഥാനത്ത് വരില്ല എന്നൊക്കെ പറയുന്നതിന്റെ ഒരു ലാംഗ്വേജ് എന്താണെന്ന് എനിക്ക്, അല്ലെങ്കിൽ അതിന്റെ ഒരു ഉള്ളിലുള്ള എന്താണ് ആ ചിന്താഗതി എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സാർ അറിഞ്ഞുകൊണ്ട് പറയുന്നതാണോ? അല്ല, സാർ അറിഞ്ഞുകൊണ്ട് പറയുന്നതാണോ എന്ന് എനിക്ക് അറിയില്ല. എന്താ ഒരേ ശബ്ദം? അല്ല, വസ്തുതകൾക്ക് യൂണിവേഴ്സൽ ട്രൂത്ത് ആയിരിക്കും. അത് പറയുന്ന സമയത്ത് ഒന്നാന്ന് പറഞ്ഞിട്ട് കാര്യം. സന്ദീപ് വാര്യർ വർഗീയവാദിയാണ് എന്ന് സ്മൃതിക്ക് അഭിപ്രായം ഉണ്ടല്ലോ. ആ വർഗീയവാദിയെ കോൺഗ്രസ് കൂട്ടി എന്നുള്ള അഭിപ്രായം ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ കണ്ട കാര്യമല്ലേ? പിന്നെ അത് പറഞ്ഞാൽ ഇപ്പൊ എന്നെ കുറ്റപ്പെടുത്തിട്ട് തരും, അല്ലെങ്കിൽ സുജയെ കുറ്റപ്പെടുത്തിട്ട് തരും. അത് ചർച്ച കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നിയത്? പാലക്കാട്ട് ഈ പറയുന്ന RSS ആരെങ്കിലും കൊന്നിട്ടുണ്ടോ എന്ന് ഇദ്ദേഹത്തെ പബ്ലിക്കിൽ പച്ചയ്ക്ക് വെട്ടിക്കൊന്നതെല്ലാം നമ്മൾ കണ്ടാണല്ലോ അല്ലെ? അപ്പൊ ഈ RSSനെ വെള്ളരിപ്രാവ് ആക്കി മാറ്റാൻ ശ്രമിക്കുന്ന ഈ ദുർഗാവാഹിനി എന്താണോ ഈ ചാനലിനകത്ത് വന്നിരുന്നോണ്ട് പറഞ്ഞത്? അരുൺകുമാർ എന്താണ് ഏറ്റു പറഞ്ഞത്? സ്മൃതി എന്താണ് പറഞ്ഞത്? അപ്പൊ ഇവരെല്ലാം ഒരു വിഭാഗത്തെ മാത്രം ടാർഗറ്റ് ചെയ്ത് ആ വിഭാഗമാണ് ഇന്ന് ഈ രാജ്യത്ത് അപകടം, അല്ലെങ്കിൽ ലോകത്ത് തന്നെ അപകടം എന്ന് വരുത്തി തീർക്കുന്ന ചില മാധ്യമ സൃഷ്ടികളാണ് ഇവരെല്ലാം വന്നിരുന്നുകൊണ്ട് ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എന്തൊക്കെ ശ്രമിച്ചാലും ഇവിടുത്തെ RSS ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, അല്ലെങ്കിൽ പിന്നെ ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ ആയിക്കോട്ടെ, എല്ലാവരും കൊലപാതകം നടത്തിയിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. ഇങ്ങോട്ട് മർദ്ദിക്കും, ഇങ്ങോട്ട് കൊല്ലുമ്പോൾ അങ്ങോട്ടും കൊന്നിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടും തെറ്റാണ് എന്ന് പറയാൻ ഇവർക്ക് ആർക്കും സാധിക്കുന്നില്ല. ഒരു വിഭാഗത്തെ മാത്രമേ തെറ്റാണെന്ന് പറയത്തുള്ളൂ. ഒന്നിങ്ങോട്ട് ചെയ്തതുകൊണ്ടാണല്ലോ തിരിച്ച് അങ്ങോട്ടും ചെയ്യുന്നത്. അപ്പം ഇത് രണ്ടും തെറ്റാണ്. മനുഷ്യനെ കൊല്ലുന്നത് അതാരാണെങ്കിലും അത് തീവ്രവാദം തന്നെയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് പറയാനുള്ള മടിയുമില്ല. എന്തായാലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ ഒരു ചർച്ച കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? കാരണം ഈ ആവണക്കുണ്ടെങ്കിൽ കടവറങ്ങിയവന്റെ നയം എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. അത് തന്നെയാണ് ഈ മാധ്യമ പ്രവർത്തകർ. കാരണം സത്യസന്ധമായിട്ടുള്ള
കാര്യങ്ങൾ വിളിച്ചു പറയാൻ ഇവർക്ക് ഭയമാണ്, അല്ലെങ്കിൽ ഇവർക്ക് പേടിയാണ്. കാരണം അത് പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ ആഫീസ് കൂട്ടും എന്നുള്ളത് ഇവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഭയമില്ല. ആരാണെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിക്കാനായിട്ടുള്ള ആർജവം ഓരോ മാധ്യമ പ്രവർത്തകനും ഉണ്ടാകണം, അതുണ്ടായിരിക്കണം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോയിൽ കാണാം. ശുഭപ്രതീക്ഷയിൽ നിങ്ങളുടെ സ്വന്തം വെനീസ് ടൈം.